ട്രോളിംഗ് നിരോധനം ആഴ്ചകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട മിനുക്കുപണികളിൽ ജില്ലയിലെ മത്സ്യബന്ധന ബോട്ടുകൾ. വിരലിലെണ്ണാവുന്ന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്തവണ നടക്കുന്നത്. സബ്സിഡി പോലും ലഭിക്കാതെ കുത്തനെ ഉയരുന്ന ഡീസൽ വില, ഇടയ്ക്കിടെയുണ്ടാകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്, കടലാക്രമണം വിതച്ച ദുരിതം മറുഭാഗത്ത്. പ്രതീക്ഷകൾ അസ്തമിച്ച കാലത്തിലൂടെ കടന്നുപോകുമ്പോഴും വിദൂരമായ പ്രത്യാശയുടെ നേരിയ വെട്ടത്തിലാണ് 1.5 മാസക്കാലത്തെ വിശ്രമത്തിനു ശേഷം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നത്. ഈ വർഷം ബോട്ടുകൾ വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമാണ് റിപ്പയർ തീർക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ബോട്ടുകൾ കടലിൽ പോയിട്ട് വളരെ പരാജയമായിരുന്നു. ബോട്ടുകൾ ഒന്നാമത്തെ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടണില്ല. ഇനി കിട്ടിക്കൊണ്ടുവന്നാലാണെങ്കിൽ ഇവിടെ മീനിന് വിലയില്ല. അങ്ങനെ കുറേ പ്രയാസങ്ങൾ. പിന്നെ ഡീസലിൻ്റെ വിലക്കയറ്റം, അങ്ങനെ അതുപോലെ തന്നെ കുറേ കടലിൽ പോകുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ബോട്ടുകൾക്ക്. അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ കാരണം ബോട്ടുകൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ആയപ്പോൾ ബോട്ടുകൾ സാധാരണ റിപ്പയർ തീർക്കുന്ന സമയമാണ്. ആ സമയത്ത് പോലും ബോട്ടുകാർ എന്താണ് റിപ്പയർ തീർക്കാൻ പറ്റില്ല. കാരണം റിപ്പയർ തീർക്കാൻ ആളുകളെ കയ്യിൽ ഫണ്ടില്ല. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിനൊടുവിലാണ് മറ്റൊരു ചാകരക്കാലം തേടി മത്സ്യബന്ധന ബോട്ടുകൾ ഈ മാസം 31-ന് അർദ്ധരാത്രിയോടെ കടലിലേക്ക് ഇറങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെയെടുത്ത കടം പോലും തിരിച്ചടയ്ക്കാനായില്ലെങ്കിലും സ്വർണം പണയപ്പെടുത്തിയും വലിയ തുക ലോണെടുത്തുമാണ് കടലിലേക്കിറങ്ങുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ബോട്ടുകൾ പെയിന്റടിച്ചും ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയും ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുന്ന തിരക്കിലാണ് ബോട്ടുടമകൾ. ഡീസലിന് ദിനംപ്രതി ഉണ്ടാകുന്ന വിലവർദ്ധനവിന് ആശ്വാസമായി സർക്കാർ സബ്സിഡി അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കരയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടുകളുടെ എഞ്ചിന്റെ പ്രവർത്തനക്ഷമത പരിശോധനയും ബോട്ടുകളിലേക്ക് ആവശ്യമായ വലകളും മറ്റുപകരണങ്ങളും ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി തൊഴിലാളികൾ സജീവമായി. പൊന്നാനി ഹാർബറിൽ നിരവധി ബോട്ടുകളാണ് അവസാനഘട്ട മിനുക്കുപണികളിൽ ഏർപ്പെട്ടത്. മത്സ്യമേഖലയിലെ പ്രതിസന്ധിയെ തുടർന്ന് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നാമമാത്രമായാണ് നടത്തിയത്. മത്സ്യങ്ങളുടെ പ്രജനനകാലവും പൂർത്തിയായതോടെ തീരക്കടലിൽ ഉൾപ്പെടെ മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാവുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകളുടെ കേടുപാടുകൾ മാത്രമാണിപ്പോൾ തീർക്കുന്നത്. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.